ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. AC കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പൈസ നോക്കിയപ്പോഴാണ് വാസന്തിയുടെ പൈസ വെച്ച സ്ഥലത്ത് പൈസ ഇല്ലാതിരുന്നത് കണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരെയും സംശയിക്കാൻ നിൽക്കാതെ നേരെ അർജുൻ്റെ പേരിലാണ് സംശയിച്ചത്. കാര്യം അർജുൻ അവിടെ പെട്ടെന്നൊരു ദിവസം ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അർജുനെയാണ് രാധി പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അതേ പ്രകാരം അർജുനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അവൻ്റെ ബാഗ് പരിശോധിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ പറയാണ് വാസന്തി, എനിക്ക് അവൻ്റെ ബാഗൊന്ന് പരിശോധിക്കണം എന്ന്. രാധികെ, നീ ഇവൻ്റെ ബാഗൊന്ന് നോക്കിക്കേ. എടാ, ആ ബാഗിങ് അന്നേ. ഷേടാ, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കെന്തിനാ നിങ്ങളുടെ പണം? നിങ്ങളെന്തിനാ എൻ്റെ ബാഗ് ചെക്ക് ചെയ്യുന്നത്? കൈയെടുത്തേ. ഇങ്ങോട്ട് തരാൻ. രാധിക്ക് ദേഷ്യം പിടിക്കുകയാണ്. എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കടാ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അത് കേട്ട് രുക്മിണി അമ്മ പറയാണ്, മോനെ അർജുനെ, നീ ബാഗ് അങ്ങോട്ട് കൊടുത്തേ. ഇവരെന്തോന്ന് വെച്ചാൽ നോക്കട്ടെ. ഒന്നുമില്ലെന്നറിയുമ്പോൾ ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വേണ്ടമ്മേ, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആദ്യം പറയാണ്, അത് ഞാൻ പറയാം, നോക്കട്ടെ. വാസന്തി ദേഷ്യത്തോടെ, കൊടുക്കടോ. തരാനല്ലേ പറഞ്ഞേ, താടാ. രാധി ബാഗ് വാങ്ങിച്ചിട്ട് അതിൽ സിബ് തുറന്നിട്ട് നന്നായിട്ട് കുഴഞ്ഞ് താഴേക്കാനിടുകയാണ്. അപ്പോൾ വാസന്തി പറയാണ്, നന്നായിട്ട് കുടയടി. അപ്പോൾ നന്നായിട്ട് കുടയുമ്പോൾ അതിനകത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അവിടെ വീഴുകയാണ്. അതിൻ്റെ കൂടെ പൈസയും ഉണ്ടായിരുന്നു. പൈസ കണ്ട് വാസന്തി ഞെട്ടലോടെ അർജുനെ നോക്കുകയാണ്. പൈസം പരതാൻ പോയിട്ട് വന്നിട്ട് പറയാണ്, രാധി മാമി, ആ റൂം മൊത്തം ഞാൻ അരിച്ചു പെറുക്കി, പക്ഷേ ഒന്നുമില്ല. കുറേ മുഷിഞ്ഞ തുണി കിടപ്പുണ്ട്, അലക്കിയിടാൻ പറ. കാശ് ഇവിടെ ഉണ്ടായിരുന്നോ? നീ ആള് കൊള്ളാലോടാ. എൻ്റെ ക്യാഷ് എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞ് മോങ്ങുന്നോ? പഠിച്ച കള്ളനാണല്ലോ നീ. ഏയ്, എൻ്റെ അനുജത്തി രുക്മിണി, മകൻ എന്താ ചെയ്തതെന്ന് കണ്ടോ? ഇതിന് എന്താ നിനക്ക് പറയാനുള്ളത്? ഇത് ഇവരുടെ പൈസയൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ പൈസ എടുക്കുകയാണ്. അപ്പോൾ പറയാണ്, മോനെ അർജുൻ, ഇത് ഇവരുടെ പൈസ അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയതാ? രുക്മിണിയമ്മ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു ഉലയ്ക്കുകയാണ്. എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ. പറയടാ. ഇനി ഇവരൊക്കെ പറയുന്നത് പോലെ ഇവരുടെ അളമാരിയിൽ നിന്ന് നീ എടുത്തതാണോ? അമ്മയോട് ഉള്ള സത്യം തുറന്ന് പറയടാ. അർജുനെ, പറ, സത്യം എന്താണെന്ന് പറയടാ. സന്ധി പറയാണ്, എടി രാധി, അതിൽ എത്രയുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. രാധി എണ്ണുന്ന സമയത്ത് പായസം പറയാണ്, നിനക്ക് എണ്ണാനൊക്കെ അറിയോ? അമ്മി, 50,000 രൂപയുണ്ട്. നീ ആള് കൊള്ളാലോടാ. അപ്പോഴേക്കും 10,000 നീ ചിലവാക്കിയോ? അർജുൻ രാധിയുടെ കയ്യിൽ നിന്നും ആ പണം പിടിച്ചു വരച്ച് വാങ്ങിച്ചിട്ട് പറയാണ്, ഇത് നിങ്ങളുടെ പണമല്ല എന്ന് പറഞ്ഞില്ലേ? ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ പണമാണ്. അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട് രാകേഷിനെ അറിയില്ലേ? അവൻ്റെ പണമാണ് അമ്മേ. അവനെന്തിനാടാ ഇത്രയും വലിയൊരു തുക നിന്നെ ഏൽപ്പിച്ചത്? കോളേജിൽ ഫീസ് അടക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അവൻ. ഇന്നലെ ലൈറ്റ് ആയതുകൊണ്ട് നാളെ അടക്കാമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എന്തേ, ഈ 50,000 കെട്ടിന് 500 കിലോയുടെ ഭാരമൊന്നുമില്ലല്ലോ. ഇതും ചുമന്നുകൊണ്ട് പോകാൻ നിൻ്റെ കൂട്ടുകാരന് പറ്റാതാവൻ. വസന്തി പറയാം, അമ്മേ, ഞാൻ പറയുന്നത് സത്യമാണ് അമ്മേ, ഇത് രാകേഷിൻ്റെ പണമാണ്. അപ്പോഴേക്കും സ്കൂൾ വിട്ട് നിയമോൾ അവിടെ വന്നു. ആഹാ, നിയമോളെ വാ. മോൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലാണുള്ളത്. വാ, മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നീലകണ്ഠൻ അവളെ ഒരു കിടങ്ങിൻ്റെ മേലെ കയറ്റിയിരുത്തുകയാണ്. നിയമോൾ ഇന്ദുവിനോട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ അപ്പയോട് നന്നായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡക്ക് പറയാണ്, നീ അപ്പയോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പയും വന്നില്ലല്ലോ നിൻ്റെ പാരൻസ് മീറ്റിങ്ങിന്. ഞാൻ പറയാൻ മറന്നു, എൻ്റെ വേറൊരു ചാനൽ കൂടിയുണ്ട്. അതായത് മീ എറ്റ് ടോക്ക് എന്നുള്ള ഒരു ചാനൽ കൂടിയുണ്ട്. ആ ചാനൽ സിന്ധു ഭൈരവി എന്ന് പറയുന്ന സീരിയൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണേണ്ടവർ ആ ചാനലിൽ കയറിയിട്ട് കാണാം, സിന്ധു ഭൈരവി മീ എറ്റ് ടോക്കിൽ. അപ്പോൾ അതിൻ്റെ സിന്ധു ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇന്ദു ആണല്ലോ. അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറിപ്പോകുന്നതാണ്. അവനോട് എന്തിനാ നീ മിണ്ടുന്നേ? ഇന്ദുമ്മ മാത്രമാണോ തെറ്റുകാരി? ഇന്ദു ചോദിക്കുകയാണ്, നിയമോളെ, നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ? എന്താ സംഭവിച്ചതെന്ന് നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ മോളൂ? നിയമോള് അപ്പം തന്നെ അവളുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പൈസ കൊടുക്ക എടുത്തു. എന്നിട്ട് അതെടുത്ത് കയ്യിൽ പിടിച്ച് താഴെ തറയിലേക്ക് ഒരൊറ്റ ഏറ്. അതിനുശേഷം അതിനകത്തുണ്ടായിരുന്ന നോട്ടും കോയിൻസും ഒക്കെ വിതറി നിൽക്കുകയാണ്. ഇത് കണ്ട ഇന്ദു നീലകണ്ഠനെ നോക്കുകയാണ്. നീലകണ്ഠൻ ഇന്ദുവിനെ നോക്കുകയാണ്. ഇന്ദു അമ്മയ്ക്ക് ബാങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ വിഷമിച്ചിരിക്കുന്നത്? സോറി, ഇതാണല്ലോ മീ എറ്റ് ടോക്ക് ചാനൽ. ഇതിലല്ലേ KPS വ്ലോഗ്, അതായത് KPS വ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനൽ വേറെയുണ്ട്. അതിൻ്റെ അകത്താണ് ഞാൻ സിന്ധു ഭൈരവി എന്ന സീരിയൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന ഇന്ദു അമ്മേ,
ഇത് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തോളൂ. നിയമോള് കൈ നിറയെ പണമെടുത്ത് ഇന്ദുവിന് വെച്ച് നീട്ടുകയാണ്. ഇന്ന ഇന്ദു അമ്മ ഇത് ബാങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിന് എന്തെന്നില്ലാതെ സങ്കടം തോന്നാണ്. ഇന്ദു അപ്പം തന്നെ മോളെ നീയ എന്ന് വിളിച്ച് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. എൻ്റെ പൊന്നു മോള്. അത് കണ്ട് മാലതി ചേച്ചിയും മറ്റവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സന്തോഷത്തോടെ കരയുകയും ചിരിക്കുകയും ചെയ്യാണ്. ഇന്ദു അമ്മ ഇന്നലെ തൊട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നു. ഇത് കൊണ്ടുപോയി ഇന്ദു അമ്മ ബാങ്കിൽ കൊടുക്ക്. ഇത് വേണ്ട നിയമോളെ, അതൊക്കെ അടച്ചു കഴിഞ്ഞു. എൻ്റെ മോക്ക് എന്നോട് പിണക്കാന്ന് കരുതിയേ. പിണക്കമൊക്കെ തന്നെയാണ്, പക്ഷേ ഇന്ദു അമ്മ കാര്യം എന്താന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി. ഏതോ ഒരു ബാഡ് അങ്കിള് ഇന്ദു അമ്മയെ ചീറ്റ് ചെയ്തതല്ലേ. ഇന്ദു അമ്മ പിന്നെ നിയമോളെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. താങ്ക്സ് മോളെ. അത് കണ്ട ഡെക്ലേസ് പറയാണ്, കുഞ്ഞു മനസ്സിൽ കളങ്കമില്ല. അത് കണ്ടു നിന്ന മാലതി ചേച്ചി പറയാണ്, ഇന്ദു നിന്റെ മോള് പത്തരം മാറ്റാം. ഇത് മതി നിനക്കിനി ജീവിക്കാൻ. പിന്നെ പൂർണ്ണി വന്നിട്ട് അല്പം മാറി നിന്നിട്ട് ഫോൺ ചെയ്യാണ്. അപ്പോൾ നീലകണ്ഠനാണെങ്കിലോ ഇവിടെ ഹോട്ടലിൽ നിന്ന് പറയാണ്, അളിയ ആ പാഴ്സലൊന്ന് എടുത്തു കൊടുക്ക്. നീലകണ്ഠൻ ഫോണ് അടിയുന്നത് കണ്ട് നോക്കുകയാണ്. ഇതെന്താ പൂർണിമ വിളിക്കുന്നേ? ഓ പൂർണി, ഏട്ടൻ ഇപ്പോൾ എവിടെയാ? എന്താ മോളെ, എന്താ ഉണ്ടായേ? അയ്യോ ചേട്ടാ, വീട്ടിലാകെ വല്ലാത്ത പ്രശ്നങ്ങൾ നടക്കുക. ഉണ്ടായ കാര്യങ്ങളൊക്കെ അവൾ ഏട്ടനോട് പറയാണ്. അതായത് അർജുൻ്റെ ബാഗ് പരിശോധിച്ചതും അതിൽ നിന്ന് പൈസ കിട്ടിയതുമൊക്കെ. അയ്യോ ഈ അമ്മയുടെ ഒരു കാര്യം. നീ ഫോൺ വെക്ക് മോളെ, ഇപ്പം വരാം. ശരി ഏട്ടാ. വസന്തി, അവൻ സത്യം പറഞ്ഞില്ലേ? അപ്പോഴേക്കും നീലകണ്ഠൻ, ഇന്ദു എൻ്റെ കൂട്ടുകാരൻ്റെ ആയിരിക്കും, പിന്നെ മനഃപൂർവ്വം എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ കള്ളനാക്കുന്നത്? അത് കേട്ട് പായസം ചോദിക്കുകയാണ്. അപ്പം മാമി പറയുന്നത് കള്ളാണോ? കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞവൻ്റെ കയ്യിൽ ഇത്രയും പണം എവിടുന്ന വന്നെന്ന് ചോദിക്ക്. അവൻ സത്യസന്ധനാണെങ്കിൽ ഞാൻ ബാഗ് ചോദിച്ച ഉടൻ തന്നെ എൻ്റെ കയ്യിൽ 50,000 രൂപയുണ്ട് എന്നൊക്കെ അവൻ എന്നോടങ്ങ് തുറന്ന് പറയണ്ടായിരുന്നോ? അതും പോരാത്തതിന് ഞങ്ങളുടെ പണം കാണാതായ അതേ ദിവസം തന്നെ ഇവൻ്റെ കൂട്ടുകാരൻ ഇവൻ്റെ ബാഗിൽ പണം വെച്ചു കൊടുത്തിരിക്കുക. ഇത് എവിടുത്തെ കഥയാ? അവൻ വായി തോന്നിയ കള്ളത്തരങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ വിവരമില്ലാത്ത നീ എന്നോട് വിളിച്ച് ഇങ്ങനെ മോശമായി പറയുന്നോ? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങും. ഓ പിന്നെ കട്ടതും പോരാഞ്ഞ് നീ എന്നെ തല്ലുമെന്ന്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറയുന്നതിപ്പോൾ നിങ്ങളാ. അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് രാധിയെ അങ്ങോട്ട് മാറ്റിയിട്ട് അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറയാണ്, നീ എന്ത് ചെയ്യൂടാ എന്നെ? ഞാൻ ഒന്ന് കാണട്ടെ, പറയടാ. രാധിക്ക് എൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടോ? അപ്പോൾ രാധി പറയാണ്, കയ്യോടെ പിടികൂടിയിട്ട് അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ മാമി? അവനെ വലിച്ചു കൊണ്ടുപോയി പുറത്താക്ക്. എന്നിട്ട് പോലീസിനെ വിളിക്ക്. അയ്യോ നീ വാടാ വരാൻ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നടക്കടാ പുറത്ത്. അയ്യോ നിങ്ങളെന്തായി ചെയ്യുന്നേ? മറുപടി അങ്ങോട്ട്. അയ്യോ അമ്മേ വേണ്ട, നീ ആ കട്ട പണം തന്നിട്ട് നീ ഇതിനകത്ത് കയറിയാൽ മതി. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ പറയുന്നത് സത്യമാണ്. പോടാ. അവനെ കൊണ്ടുവന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അത് കണ്ട് സഹിക്കാൻ പറ്റാതെ രുക്മിണി പറയാണ്, അയ്യോ അർജുനെ. അപ്പോഴേക്കും ഇന്ദുമതിയും നീലകണ്ഠനും അവിടെ ഓടിയെത്തിയിരുന്നു. നീലകണ്ഠൻ ഓടി വന്ന് അർജുനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താ അമ്മേ ഇത്? അർജുൻ ഇങ്ങ് വാ. അമ്മേ ഇതെന്തായി കാണിക്കുന്നേ? കള്ളനെ തൊണ്ടി മുതലുമായിട്ട് പോലീസിൽ പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നീ വന്നേ. എന്ത് തൊണ്ടി മുതൽ? ആര് എന്ത് കട്ടുമെന്ന് അമ്മ പറയുന്നേ? നീല, എൻ്റെ അടുത്ത് ഒരു 60,000 രൂപയുണ്ടായിരുന്നു. ഞാനത് അളമാരിയിൽ വെച്ച് പൂട്ടിയതാ. രാവിലെ AC കാർ വന്നപ്പോൾ അവർക്ക് കൊടുക്കാം എന്ന് കരുതി നോക്കിയപ്പോഴാ ക്യാഷ് അതിൻ്റെ അകത്തില്ല. ഈ കൈവച്ചത് ഇവനാ. ക്യാഷ് കയ്യിൽ കിട്ടിയതും അതിൽ നിന്നും 10,000 അവൻ എന്തിനോ ചെലവാക്കുകയും ചെയ്തു. ബാക്കി 50,000 ദേ അവൻ്റെ ബാഗിനകത്ത്. അവനെ ഇങ്ങനെ വെറുതെ വിട്ടാലേ നാളെ നാട്ടുകാർക്ക് ഇറക്കപ്പകുതി ഉണ്ടാവില്ല. അയ്യോ എൻ്റെ അമ്മയെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കണോ? അമ്മയുടെ ക്യാഷ് ഇവനെല്ലാം മോഷ്ടിച്ചത്. പിന്നെ നീയല്ലേ കണ്ടത്? ഭാര്യയുടെ കുടുംബക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പം നീ ചാടി വീഴുമല്ലോ. ഇല്ല കണ്ട, ഒരു കാര്യമില്ലാതെയാണ് നീ ഒരു കള്ളനെ രക്ഷിക്കാൻ വേണ്ടി നിൻ്റെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവരൊക്കെ നിൻ്റെ ആരാടാ? അമ്മേ, അവർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. തെറ്റ് ചെയ്യാത്ത ഒരാളെ വെറുതെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിത് ചുമ്മാ പറഞ്ഞതൊന്നുമല്ല നീല. ക്യാഷ് കിട്ടിയത് അവൻ്റെ ബാഗിൽ നിന്ന് തന്നെയാണ്. പിന്നെയല്ല പായസവും. എൻ്റെ മുറിക്കകത്ത്, എൻ്റെ അളമാരിക്കകത്ത് ഇവിടെ വെച്ചിരുന്ന പണം അവനാ എടുത്തതെന്ന് എനിക്കുറപ്പാ. അതിന് സാക്ഷ്യമുണ്ട്. നീ ശരിക്കും കണ്ടിരുന്നോ? ആ അല്ലേ, ഞാൻ കണ്ടായിരുന്നു. പറയാണ്, ഞാനും കണ്ടായിരുന്നു. അപ്പോൾ നീലകണ്ഠൻ, എന്തോന്നാ കണ്ടേ?
ബാത്റൂം യൂസ് ചെയ്യാൻ മാമിയുടെ റൂമിൽ വന്നിരുന്നു. ബാത്റൂം യൂസ് ചെയ്തതല്ലേ നീ കണ്ടത്? അവൻ കാശ് എടുത്തത് നീ കണ്ടിരുന്നോ? ആ ആ അതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ എങ്ങനെയാ നീ സാക്ഷിയായത്? അപ്പോൾ അമ്മ, നീല അളമാരിയിൽ വെച്ച കാശ് അവൻ അതിനകത്ത് കയറിയതിന് ശേഷം കാണാതായത്. അപ്പോൾ അവൻ തന്നെയല്ലേ എടുത്തിട്ടുണ്ടാവുക. ഇതിപ്പോൾ പാഠം പിടിച്ചെടുത്ത് കാണിക്കാൻ പറ്റുമോ? അവൻ റൂമിൽ കയറുന്നത് നേരിട്ട് കണ്ടതാ. കഥ എന്താണെന്ന് പോലും അറിയാതെ കണ്ണടച്ച് അവന് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? അമ്മേ, അമ്മയുടെ പൈസ ഇവൻ എടുത്തിട്ടില്ല അമ്മേ. ഇങ്ങനെ നീ ഉറപ്പിച്ച് പറയുന്നേ? കാരണം അതെടുത്തത് ഞാനാ എൻ്റെ അമ്മേ. അത് കേട്ടതും എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോൾ വാസന്തി ചോദിക്കുകയാണ്, നീ എടുത്തെന്നോ? നേരാണോ നീലകണ്ഠ? സത്യമായിട്ടും ആ പണം ഞാനേ എടുത്തേ. അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. നീല, ഈ കള്ളപ്പിശാചിനെ രക്ഷിക്കാൻ നീ എൻ്റെ തലയിലടിച്ച് സത്യം ചെയ്യാൻ പോവാണോ? അമ്മേ, കള്ളസത്യമൊന്നുമല്ല, സത്യ. ഞാനാ അമ്മയുടെ കാശ് എടുത്തത്. എടാ നീല, പറയുന്നത് വിശ്വസിക്കമ്മേ. ആ, രാവിലെ കണ്ടപ്പോൾ എവിടെ പോവാണെന്ന് എന്നോട് ചോദിച്ചില്ലേ? അതിന് തൊട്ട് മുമ്പേ ഞാൻ പൈസ എടുത്തത്. അത് ശരി, നീ എന്തിനാ അത്രയും കാശ് എന്നോട് ചോദിക്കാതെ എടുത്തേ? എന്നോട് ചോദിച്ചാൽ ഞാനങ്ങ് തരുമായിരുന്നല്ലോ. അപ്പോൾ എന്തു മതി പറയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാം. എന്താന്ന് പറ, എന്നാൽ പായസം പറയാം. വീടിൻ്റെ EMI അടക്കാനാ നീലേട്ടൻ ആ കാശ് എടുത്തത്. EMIയോ എന്ന് വെച്ചാൽ എന്താടാ നീല? അപ്പോൾ എന്തു പറയാണ്, ലോണിൻ്റെ തിരിച്ചടവ്. അത് അടക്കേണ്ട അവസാന ദിവസമായിരുന്നു. രുക്മിണിയമ്മ പറയാണ്, ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ നീ അടച്ചെന്നാണല്ലോ പറഞ്ഞത്. അജിയും, അതായത് രുക്മിണിയും അതേപോലെ തന്നെ രാധിയും ഒക്കെ ഇന്ദുമതി പറയുന്നത് കേൾക്കുകയാണ്. രാധി ആസ്വദിച്ച് കേൾക്കുകയാണ്. അങ്ങനെ അവളോട് പറയാൻ പറഞ്ഞത് ഞാനായിരുന്നു അമ്മേ. എന്നാലും അത് അടച്ചു എന്ന് തന്നെയല്ലേ മോനെ? എന്നാലും അവരുടെ അളമാരിയിൽ നിന്നും നീ എന്തിനാ കാശെടുത്തേ? അമ്മേ, ഈ മാസത്തെ തിരിച്ചടവിന് ഞാൻ അക്കൗണ്ടിൽ ഇട്ടതാ. അത് ഇന്നലെ എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങൾ ക്ലിയറായി അമ്മയോട് പറയാണ്. അമ്മയോടും മറ്റുള്ളവരോടൊക്കെ പറയാണ്. അതായത് ആ പ്രായം ചെന്ന മനുഷ്യൻ ഓട്ടോയിൽ കയറിയതും അയാൾ പൈസ മുക്കിയതും ഒക്കെ. നേരാണോ ഇന്ദു നീ പറയുന്നതൊക്കെ? പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെ അശ്രദ്ധ കാണിക്കാൻ പാടുണ്ടോ? എന്നാലും ആ കളവൻ കളിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത് ചെയ്യാനാമേ, പ്രായമായ മനുഷ്യനല്ലേ. ആ പ്രായത്തെ ബഹുമാനിച്ച് അയാളെ വിശ്വസിച്ചപ്പോൾ അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. വിശ്വസിച്ചാണ് ഞാൻ അയാൾക്ക് ഫോൺ കൊടുത്തത്. മോളെ, ഇന്നത്തെ കാലത്ത് പ്രായമായവരാ ഏറ്റവും കൂടുതൽ മോശം. ഒന്ന് കയ്യിൽ കിട്ടിയ അവരുടെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് മൊത്തം അടിച്ചു മാറ്റൂ എന്ന് പറയുന്നത് കേൾക്കാം. ദിവസവും ഫോണിലും ന്യൂസിലും ഒക്കെ വരുന്നുണ്ടല്ലോ. നീയും അതൊക്കെ കാണുന്നതല്ലേ? കണ്ടതായിരുന്നു അമ്മേ, പക്ഷേ അതൊന്നും ആ സമയത്ത് ഓർമ്മ വന്നില്ല. അവളെ സഹായിക്കാനാണ് മനസ്സിൽ തോന്നിയത്. ഇപ്പം കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. എങ്കിലും അർജുനെ വെറുതെ വിട്. നാളെയുണ്ടല്ലോ നമ്മൾ ലോണിൻ്റെ അടവ് തിരിച്ചു കൊടുക്കാതിരുന്നെങ്കിൽ ഈ വീടിന് അവർ നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ചു പോയേനെ. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? എങ്കിൽ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് നാട്ടുകാരുടെ കുറ്റം പറച്ചിൽ കേൾക്കാൻ തുടങ്ങിയതാ. അതുകൊണ്ടാണ് വീട്ടിൽ വെറുതെ വെച്ചിരിക്കല്ലോ എന്നോർത്ത് പൈസ ഞാനെടുത്തേ. കേട്ടല്ലോ, ഇപ്പോഴെങ്കിലും ഞാൻ എടുത്തിട്ടില്ല എന്ന് വിശ്വസിക്ക്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? പഠിച്ച കള്ളന ഇവനാ എടുത്തത്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ദയവ് ചെയ്ത് നിങ്ങളുടെ അശ്രദ്ധയ്ക്ക് മറ്റുള്ളവരെ ബലിയാടാക്കരുത്. നീ അത് വിട് അർജുൻ. അവരും അത് മനഃപൂർവ്വമല്ലല്ലോ. 60,000 രൂപയുണ്ടല്ലോ. ആ ടെൻഷനിലായിരിക്കും നിന്റെ കയ്യിൽ പൈസ കണ്ടതും നേരെ അങ്ങനെയൊക്കെ പറഞ്ഞത്. രാധി, മാമി കിട്ടിയ ചാൻസ് കൈവിട്ട് കളയല്ലേ. EMI പോലും അടയ്ക്കാൻ കാശില്ലാത്തവൾക്ക് പുതുതായിട്ട് ഒരു വീടെന്തിനാ എന്ന് ചോദിച്ച് അവളെ ഇതിൽ നിന്നും അങ്ങ് ഊരിക്കള. എന്നിട്ട് ബാക്കി EMI നമുക്കടക്കാം. അതും ശരിയാ. പിന്നെ വീട് നമ്മുടെ പേരിലിരിക്കും. എന്തായാലും ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് അടച്ചത് നന്നായിന്നേ ഞാൻ പറയൂ. നിനക്ക് കൊണ്ടുള്ളടാ ഈ വീട്ടിൽ ലാഭത്തിലും നഷ്ടത്തിലും തുല്യ അവകാശം. വീട് ഇന്ദുവിൻ്റെയും രുക്മിണിയുടെയും പേരിലാണെങ്കിലും ഇതിൽ ജീവിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാണല്ലോ. നല്ല നേരത്താ നീ ആ ക്യാഷ് കൊണ്ടുപോയി അടച്ചത്. എനിക്കതിൽ യാതൊരു വിരോധവും ഇല്ല. എങ്കിൽ ഇനി അടുത്ത മാസം തൊട്ട് നീ തന്നെ ആ തുക അങ്ങ് അടച്ചേക്കടാ. ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നും ആ കാശ് പോയത് അത്ര കാര്യമാക്കാൻ നിൽക്കണ്ട. എന്തോ വലുതായിട്ട് വരാനിരിക്കുന്നത്, അതായത് കണ്ണേ കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ടങ്ങ് പോയി എന്ന് കരുതി സമാധാനിക്കുന്നത് നല്ലത്. മാമി പാർട്ടി മാറിയോ? ക്യാരക്ടറും ഡയറക്ടറും ഒക്കെ മാറിയല്ലോ. എടാ, ഞാനത്ര ക്രൂരൊന്നുമല്ല. ഇതും ചീത്തയൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. എന്തേ? എൻ്റെ മരുമോളുടെ വീടാകുമ്പോൾ അത് എൻ്റെയും കൂടെ വീടല്ലേ. ആഹാ, ചുമ്മാ നീ എപ്പോഴും എന്നെ വില്ലത്തിയാക്കരുത്. അവിടെ അവിടുന്ന് എല്ലാ മാസവും 60,000 ആണോ നീ ലോൺ അടക്കുന്നത്? അത്രയ്ക്കൊന്നുമില്ല, 30
എത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് എൻ്റെ അടുത്ത് തന്നെയുണ്ട് അമ്മേ എന്ന് പറഞ്ഞ് ബാക്കി പൈസ നീലൻ അമ്മയെ ഏൽപ്പിക്കാം. ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, വേണമെങ്കിൽ അടുത്ത മാസത്തെ തിരിച്ചടവിന് നിനക്ക് എടുക്കാലോ. എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടാ, എവിടെയാ വെച്ചതെന്ന് പോലും ഓർമ്മയില്ല, ഞാനൊന്ന് നോക്കട്ടെ. ശരി അമ്മേ, മാറ്. വയസ്സാം കാലത്ത് പതുക്കെ പോയാൽ പോരെ. വയസ്സം വിട്ടോടാ. എടി രാധി, എന്താ ഇത്? എന്തിനാ നീ എന്നെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്നേ? ഓടിപ്പിടിച്ച് കയറിയതിൻ്റെ ശ്വാസം മുട്ടൽ ഇതുവരെ എനിക്ക് മാറിയില്ല. എന്താണ് നിന്റെ പ്രശ്നം? അവൾ ദഹിപ്പിക്കും വിധം അവരെ നോക്കുകയാണ്. എടി എന്താണെന്ന്? നീ വേണ്ട, അല്ലെങ്കിൽ തന്നെ എൻ്റെ പിരിവിട്ടിരിക്കുക. വേണ്ടാത്ത ഓരോന്ന് ചോദിച്ചെന്നെ മുഴുഭ്രാന്തിയാക്കല്ലേ. മീ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഞാൻ എത്ര വലിയ വിഡ്ഢിയായിരുന്നെന്ന് ഓർക്കായിരുന്നു. എന്തിനാ മാമി ഇങ്ങനെ ഇരട്ട വേഷം കെട്ടുന്നത്? ഓർത്തിട്ടാ മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ വായിലിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടതിന്. എന്താടി? കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഈ കുരുപ്പും കുഞ്ഞായ്മയും വെച്ചിട്ടുള്ള നിൻ്റെ ഈ വർത്താനം. ഇനി മാത്രം ഞാൻ നിന്നോട് എന്ത് ദ്രോഹാടി ചെയ്തത്? നിന്നേക്കാളും ഭേദം ഇപ്പോൾ ഇന്ദു ആണെന്ന് തോന്നുക. ആ അങ്ങനെ പറ. ഇതാണ്, ഇത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. എന്ത് പറഞ്ഞാലും ഇന്ദു ഇന്ദു ഇന്ദു. മാമി ഇതാ ഈ നാവിൻ്റെ തുമ്പത്ത് നിന്നാ മരുമോളെ എന്ന് പറഞ്ഞ് സ്നേഹം കാണിക്കുന്നേ. അവള് ദേ ഇവിടെ കയറിയിരിക്കുക. ലേട്ടനെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചുമ്മാ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അവളെ കളഞ്ഞിട്ട് ഒരു കാര്യത്തിനും മാമി വരില്ല. മാമി അടിമുടി മാറിയിരിക്കുക. അവളുടെ ഈ ബംഗ്ലാവ് വീട് കണ്ട് മാമിയുടെ കണ്ണ് മഞ്ഞളിച്ചു. അച്ഛൻ എന്നെ വേണ്ടെന്ന് വെച്ച് ഇവിടുന്ന് പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അന്ന് മുതലേ ഞാൻ മാമിയെ വിശ്വസിച്ചല്ലേ ഇവിടെ നിൽക്കുന്നത്. വാക്ക് പറഞ്ഞ് എന്നെ കൂടെ നിർത്തുന്നുണ്ടെങ്കിലും ഇന്ദുവിനോടാ മാമിക്ക് സ്നേഹം. നീ ഒന്ന് ചുമ്മാതിരിക്കടി. സത്യം അതാ, ഇന്ദുവിനെ മാമി മാനസികമായിട്ട് സ്വീകരിച്ചു. ഓരോ പ്രവൃത്തിയിലും ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഞാനെന്ത് ചെയ്തു? എന്ത് ചെയ്തെന്നോ പറയട്ടെ ഞാൻ. ഇപ്പം എന്താ മാമി ചെയ്തേ? ലോണിൻ്റെ ഈ മാസത്തെ തിരിച്ചടവ് നീലേട്ടൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവളോട് 2 വർത്തമാനം പറയാനുള്ളതിന് കഥ കേട്ട് നിൽക്കുക. ഏത് വകുപ്പിലായിരുന്നു? ഏതോ ഒരുത്തൻ ബാങ്കിൽ നിന്നും ക്യാഷ് അടിച്ച് മാറ്റി അത്രേ. നീലേട്ടൻ വീട്ടിലിരുന്ന ക്യാഷ് എടുത്തുകൊണ്ട് പോയി അതടച്ചു എന്ന് പറയുന്നത് മാമി കേട്ടിട്ട് അക്ഷരം പറഞ്ഞോ മാമി? ഇനി തൊട്ടുള്ള കടം ഭാര്യയും ഭർത്താവും കൂടി അടച്ചാൽ മതി എന്നല്ലേ മാമി പറഞ്ഞേ? ഞാൻ എന്തിനാ ഇവിടെ ഇപ്പോഴും അധികപ്പറ്റായിട്ട് നിൽക്കുന്നേ? ഏട്ടൻ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ മാമിയുടെ കയ്യിൽ നിന്നും പണമെടുത്ത് അവളെ രക്ഷിച്ചു. ഒന്നും മാമിക്ക് ഒരു പ്രശ്നമില്ലെന്നാ? അവളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാൻ ഈ ഒരു ചാൻസ് പോരായിരുന്നോ? സത്യം പറ മാമി, മാമി എന്നെ തഴഞ്ഞില്ലേ? മാമിക്കിപ്പോൾ എന്നോട് ഒരു തരി സ്നേഹമില്ലല്ലോ. ഇവിടെ നിർത്തി എന്നെ മുതലെടുക്കായിരുന്നു. അപ്പോഴേക്കും മാമിയുടെ അടി രാധിയുടെ ചെകിട്ടത്ത് കൊണ്ടു കഴിഞ്ഞു. എന്താടി? നാക്കിന് നീളം കൂടുന്നുണ്ടല്ലോ. പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ തലേ കയറി നിരങ്ങുന്നു. നിന്നേക്കാളും 100 വട്ടം നല്ലവളാടി ആ ഇന്ദു. എന്തൊക്കെ അവളെ ദ്രോഹിച്ചാലും ഇന്ന് വരെ അവൾ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മയോടുള്ള ബഹുമാനം അവൾ എന്നും തന്നിട്ടേയുള്ളൂ. ഞാനിപ്പോൾ എന്നെ ഇട്ട് വട്ടുതട്ടുന്നേ. അത്രയ്ക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വിശ്വത്തോടെ മാമി വീണ്ടും പറയാണ്, ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. മേലിൽ ഇതുപോലത്തെ തോന്നിയാസം എൻ്റെ അടുത്ത് എഴുന്നള്ളിക്കരുത്. പ്രായത്തെയും അനുഭവത്തെയും ബഹുമാനിക്കാൻ മനസ്സിലാക്കണം. എന്നിട്ട് മതി വാചകടി. അതും പറഞ്ഞ് മാമി അവിടെ നിന്ന് പോയി. അപ്പോൾ രാധി, ഇപ്പോൾ എന്നെയാണല്ലോ എല്ലാവരും ഇട്ട് വട്ട് തട്ടുന്നേ. ഇന്ദു എൻ്റെ കർണം പൊളിച്ചു. അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാമിയും എന്നെ അടിച്ചു അല്ലേ? ആ ഇന്ദുവിനൊപ്പം കൂടി മാമിക്കുള്ളത് ഞാൻ തരാം. അത്രയും മനസ്സിൽ വിചാരിച്ച് സ്വയം അവൾ സന്തോഷിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.